നമസ്കാരം. ഒരു ഭാഗത്ത് പി ദിവ്യയെ വെള്ളപൂശാനുള്ള സഖാക്കളുടെ പാഴ് ശ്രമങ്ങൾ സകൃതിയായി നടക്കുമ്പോൾ മറുഭാഗത്ത് ദിവ്യ എന്ന സ്ത്രീ ജന്മത്തിന്റെ ആസുരിക ഭാവം കൂടുതൽ വ്യക്തമാകുകയാണ്. അറസ്റ്റിലായ സമയത്ത് പോലും ദിവ്യയുടെ മുഖത്ത് കണ്ട കൂസലില്ലായ്മ, ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ടും താൻ ചെയ്ത തെറ്റിൽ തെല്ലും പശ്ചാത്തപിക്കാത്ത ദിവ്യയുടെ മനസ്സിന്റെ കടുപ്പം, ഇതെല്ലാം തന്നെ ദിവ്യയുടെ ധാർഷ്ട്യത്തിന്റെയും ക്രിമിനൽ മനോഭാവത്തിന്റെയും തെളിവുകളാണ്. വാക്കുകൾ കൊണ്ട് പൊതുമധ്യത്തിൽ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊത്തിക്കീറിയപ്പോൾ അനുഭവിച്ച സാഡിസ്റ്റിക് പ്ലഷർ ഇപ്പോഴും അവർ ആസ്വദിക്കുന്നു എന്നതാണ് ഏറെ വിചിത്രം. കൊന്നിട്ടും തീരാത്ത പകയുടെ തെളിവായിരുന്നു ജാമ്യ ഹർജിയിൽ പോലും നവീനെതിരെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾ. അദ്ദേഹത്തെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ ആത്മാവിനോട് പോലും യുദ്ധം ചെയ്ത ക്രൂരത കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ദിവ്യയുടെ ക്രിമിനൽ മനോഭാവത്തെക്കുറിച്ച് കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ദിവ്യ എത്തിയത് ആസൂത്രണം ചെയ്താണ് എന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു. പ്രസംഗം ചിത്രീകരിക്കാൻ ഏർപ്പാട് ചെയ്തത് ദിവ്യയാണ്. കരുതിക്കൂടി അപമാനിക്കാൻ യോഗത്തിനെത്തിയെന്നും പ്രത്യാഘാതം അറിയാമെന്ന് ഭീഷണി സ്വരത്തിൽ പറഞ്ഞുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. ഇത് ADMന് കടുത്ത മാനസിക പ്രയാസമുണ്ടാക്കി. ക്രിമിനൽ മനോഭാവം വെളിവായി. കുറ്റവാസനയോടും ആസൂത്രണത്തോടും കൂടിയാണ് ദിവ്യ എത്തിയത്. ദിവ്യ മുൻപ് പല കേസുകളിലും പ്രതിയാണ് എന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഉപഹാര വിതരണത്തിൽ പങ്കെടുക്കാത്തത് ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്നതിന്റെ തെളിവാണ്. വേദിയിൽ ഇരിപ്പിടം മറ്റാരോ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. ചിത്രീകരിക്കാൻ മാധ്യമപ്രവർത്തകരെ ഏർപ്പാടാക്കി. കളക്ടറും സംഘാടകരും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലായിരുന്നുവെന്നും കളക്ടറേറ്റ് ഇൻസ്പെക്ഷൻ വിങ്ങിലെ സീനിയർ ക്ലർക്കിന്റെ മൊഴിയിൽ പറയുന്നു. ക്രിമിനൽ മനോഭാവം വെളിവായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ല എന്നും ദിവ്യ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നും പറയുന്നു. കുറ്റവാസനയോടും ആസൂത്രണ മനോഭാവത്തോടും കൂടി കുറ്റകൃത്യം നടപ്പിൽ വരുത്തിയെന്നും അന്വേഷണത്തോട് സഹകരിക്കാതെ ഒളിവിൽ കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ADMനെതിരെ അഴിമതി ആരോപിച്ച യോഗത്തിന് ശേഷം തന്നെ അഭിനന്ദിച്ചുകൊണ്ട് കളക്ടറേറ്റിലെ ജീവനക്കാരടക്കം ഒട്ടേറെ പേർ രാത്രി ഫോൺ വിളികളും സന്ദേശങ്ങളുമായി എത്തിയിരുന്നുവെന്നും അഴിമതിക്കെതിരെ ധീരമായ നിലപാടെടുത്തുവെന്ന് പലരും പറഞ്ഞുവെന്നുമായിരുന്നു ദിവ്യ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 3 മണിക്കൂറോളമാണ് ദിവ്യയെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. ചോദ്യങ്ങൾക്ക് ആദ്യമൊക്കെ ധൈര്യപൂർവ്വം മറുപടി നൽകിയെങ്കിലും പിന്നീട് പല ചോദ്യങ്ങൾക്ക് മുന്നിലും ദിവ്യ പതറി വീഴുകയായിരുന്നു. നവീൻ ബാബു മരിക്കുമെന്നൊരിക്കലും കരുതിയില്ല എന്നും വിഷമമുണ്ട് എന്നും ദിവ്യ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുവെന്നാണ് അറിയാനാവുന്നത്. 2 ദിവസത്തിനുള്ളിൽ കാണാമെന്ന് പറഞ്ഞത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നില്ല എന്ന് ദിവ്യ വാദിക്കുന്നു. ചില തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പിന് NOC നൽകാൻ ADM പണം വാങ്ങിച്ചു എന്നതും അക്കാര്യം പ്രശാന്തൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ADMനോട് ചോദിച്ചത് എന്നും ദിവ്യ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പണം വാങ്ങിയെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ ദിവ്യയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. പമ്പിന് NOC നൽകുന്നതിൽ വലിയ താല്പര്യമെടുക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിനും ദിവ്യയ്ക്ക് ഉത്തരമില്ലായിരുന്നു. കളക്ടറെ വിളിച്ചിരുന്നുവെന്നും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ദിവ്യ പറഞ്ഞു. യോഗാധ്യക്ഷയുടെ സമ്മതപ്രകാരമാണ് സംസാരിച്ചത്. ചാനൽ വീഡിയോഗ്രാഫറെ വിളിച്ചു എന്നീ കാര്യങ്ങളും ദിവ്യ സമ്മതിച്ചതാണ്.